സ്റ്റാൻഡേർഡ് കളർ പാലറ്റിൽ വന്നേക്കുന്ന ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമി സിൽക്ക് സാരി ആട്ടോ. ഞാനിന്ന് വെയർ ചെയ്തേക്കുന്ന ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ കോപ്പർ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ലോവർ പോർഷൻ ബ്രോഡായിട്ട് വന്നേക്കുന്ന ലോവർ ബോർഡറാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. ഒരു ടെമ്പിൾ സിക്സ് ആക്ട് പാറ്റേണിൽ മൂവ് ചെയ്ത് പോകുന്ന എഡ്ജ് ലുക്ക്, അതന്നെ ഫുള്ളായിട്ടൊരു ജോമെട്രിക് പാറ്റേണിലാട്ടോ ഈ ഒരു ലുക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയും ബ്രോഡായിട്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സൊക്കെ എടുത്ത് വെയർ ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും ഈ ഒരു സാരി. ലോവർ ബോർഡർ വരുമ്പോഴത്തേനും അത്യാവശ്യം ഒരു 3 ഇഞ്ചൊക്കെ വിട്ടിലാണ് ആ ഒരു ലോവർ ബോർഡർ പാറ്റേൺ വന്നേക്കുന്നത്. പല്ലുവിൽ നല്ല തിക്കായിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തേക്കുന്ന പല്ലു ഡീറ്റെയിലിങ്. ഇൻസൈഡൊക്കെ നീറ്റായിട്ടാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ, സെറീൻ്റെ വീവിങ് സ്റ്റൈലൊക്കെ പോയേക്കുന്നത്. അപ്പോൾ കൊണ്ട് വലിയാനുള്ള ചാൻസൊക്കെ കുറവാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ നോക്കുമ്പോഴത്തേനും ഫുള്ളി ഒരു ഫ്ലോറലിൻ്റെ ഒരു ലുക്ക്, കുഞ്ഞു കുഞ്ഞു ഫ്ലോറലിൻ്റെ ഒരു ലുക്കാണ് സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലുക്കിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ ഈ ഒരു ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ബോർഡർ ഡീറ്റെയിലിങ്ങോടും കൂടെ ആഡായിട്ടാണ് ഒരു നമ്മുടെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഗ്രീൻ, അതുപോലെ മെറൂൺ ഷെയ്ഡിലൊക്കെ ഉള്ള കുറച്ച് സെമി സിൽക്ക് സാരീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 1599 പ്രൈസ് റേഞ്ചിലും കൂടെ, ഒരു ബഡ്ജറ്റ് റേഞ്ചിലും കൂടെ കൊണ്ടുവന്നേക്കുന്ന സാരി കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാരി കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ജ്വല്ലേഴ്സോ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഏത് ജ്വല്ലേഴ്സാണെങ്കിൽ ആൻറ്റിക്കൊക്കെ ഇതിൻ്റെ കൂടെ സ്മൂത്തായിട്ട് പോകുന്ന ജ്വല്ലേഴ്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്ന KT 197 1599 പ്രൈസ് റേഞ്ചിലും കൂടെയാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. ചെക്ക് ഔട്ട്. പ്യുവർ ടസറിൽ വന്നേക്കുന്ന ഒരു സാരി കേട്ടോ ഞാൻ വേറെ തേക്കുന്നത്. ഈ ഒരു വീവിങ് സ്റ്റൈൽ നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു യൂണീക്ക് വീവിങ് സ്റ്റൈലിലാണ് ഈ ഒരു ടസർ സാരി ഫിനിഷ് ചെയ്തേക്കുന്നതും. അത് ബോർഡർ ഡീറ്റെയിലിങ്ങിലും അതേപോലെ തന്നെ പല്ലുവിലും ഈ ഒരു വീവിങ് സ്റ്റൈലാട്ടോ. നമ്മൾ ചെക്ക് പാറ്റേണിൽ വന്നേക്കുന്ന ഒരു വീവിങ് സ്റ്റൈലിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ദെൻ ബോഡിയിലായിട്ട് സ്ക്വയർ പാറ്റേണിനകത്ത് ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ബേജ് ഷെയ്ഡിലാട്ടോ അത് ലുക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെറീൻ്റെ ടോൺ ഫീൽ ചെയ്യും. പെട്ടെന്ന് കാണുമ്പോൾ സെറിയാണോ അതോ ത്രെഡ്സ് ആണോ യൂസ് ചെയ്തേക്കുന്നത് കൺഫ്യൂസ്ഡ് ആവും. ആക്ച്വലി ത്രെഡ് യൂസ് ചെയ്ത് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം കേട്ടോ. ഒരു സ്ക്വയർ പാറ്റേണിനകത്ത് വിത്തൗട്ട് ആൻഡ് വിത്ത് മോട്ടീഫിലാട്ടോ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. നല്ല രസമുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഞാൻ വേറെ ചെയ്തേക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാട്ടോ, ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ദെൻ ഇതിൻ്റെ പല്ലു ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സെയിം ഈ ഒരു പല്ലുവിൻ്റെ ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സെൽഫ് ടാസിൽസ്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് രണ്ടും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 2 ഷെയ്ഡ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു പർപ്പിൾ. ബോഡിയിൽ ഈ ഒരു ലുക്കും ദെൻ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് ലോവർ പോർഷനിലുമാണ് ഈ ഒരു ലുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് ഈ ഒരു ലുക്കാട്ടോ. ശരിക്കും ആ ഒരു വീവിങ് സ്റ്റൈൽ നമ്മൾ ഭയങ്കര യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു വീവിങ് സ്റ്റൈലാണ് ആ ഒരു ലുക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് RGD 231 എന്ന കോഡിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 30,899 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ശരിയാണ്. സാരിയിൽ എപ്പോഴും ഡിഫറെൻറ്റ് ലുക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇത് കോട്ടയിലാണ് വീവ് ചെയ്തെടുത്തേക്കുന്ന. കോട്ടൺ യാൺസ് യൂസ് ചെയ്ത് കോട്ടയുടെ ഒരു വീവിങ് സ്റ്റൈലിൽ കൊണ്ടുവന്നേക്കാണ്. ഫുള്ളായിട്ട് വൈറ്റ് എംബ്രോയ്ഡറി യൂസ് ചെയ്ത് കാന്ത വർക്കാട്ടോ ഇതിൽ ചെയ്തേക്കുന്നത്. ഫ്ലോറൽ ലുക്കിൽ കാന്ത വർക്ക് ചെയ്തെടുത്തേക്കുന്ന സാരിയാണ്. അതിൻ്റെ കൂടെ ലേസ് ഡീറ്റെയിലിംഗ് എഡ്ജിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു ലുക്കാട്ടോ. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്ന സാരി. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസിലും സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസാട്ടോ. അപ്പോൾ ഈ ഒരു സെയിം കാന്ത വർക്ക് തന്നെയാണ് ബ്ലൗസിലും കൊണ്ടുവന്നേക്കുന്ന. ഫ്ലോറൽ ലുക്കിൽ വന്നേക്കുന്ന ഒരു കാന്ത ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ 2 ഷെയ്ഡ്സും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് SR 338 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. 6199 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇതിലും സെയിം നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ വൈറ്റിൻ്റെ യാൺസ് വെച്ചിട്ടാണ് ഇതിലും കാന്തായി വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫ്ലോറൽ ലുക്കിൽ വന്നേക്കുന്ന ഫുള്ളി തിക്കായിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്ന കാന്തയുടെ ഒരു ലുക്ക്. ദെൻ എഡ്ജിലായിട്ട് ലേസ് ഡീറ്റെയിലിങ്ങിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ലേസ് ഡീറ്റെയിലിംഗ് ബോർഡർ. അത്യാവശ്യം ഒരു 2 ഇഞ്ച് വിത്തിലാട്ടോ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് ഈ ഒരു ലുക്കിലാണ് ബ്ലൗസിൽ വന്നേക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പോർഷനിൽ
അത്യാവശ്യം ഒരു 5 ഇഞ്ച് വിത്തിലാണ് ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിനേക്കാളും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡിൽ വന്നേക്കുന്ന സാരി കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചും കൂടെ ലൈറ്റ് ഗോൾഡൻ യെല്ലോ. ഈ ഒരു ഫുള്ളും എല്ലാം കാന്തയാണ് വന്നിട്ടുള്ളതെങ്കിലും അതിൽ വന്നേക്കുന്ന മോട്ടീഫ് എല്ലാത്തിലും ഡിഫറെൻറ്റ് ലുക്കിൽ വന്നേക്കുന്ന മോട്ടീഫാട്ടോ. പക്ഷെ ഫ്ലോറൽ ഇത് ആക്ച്വലി ഒരു ഫ്ലോറൽ അല്ല, ഇതൊരു ജോമെട്രിക് പാറ്റേൺ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ലുക്കാട്ടോ ഇതിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ലുക്കാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഈ ഒരു ലുക്കിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ദെൻ ഇതിൻ്റെ കോഡ് വരുന്നത് SR329 എന്ന കോഡിലാണ് ഈ സാരി വന്നേക്കുന്നത്. 16199 ആണ് പ്രൈസ് റേഞ്ച്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ കാന്താവർക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു സാരി ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് കോട്ടണിൽ വന്നേക്കുന്ന കേട്ടോ. നമ്മൾ ആദ്യം കണ്ട 3 സാരിയും കോട്ടയുടെ ഒരു വീവിങ് സ്റ്റൈലിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് കോട്ടണിൽ തന്നെ കാന്തയുടെ ഒരു ലുക്ക് കൊണ്ടുവന്നേക്കാണ്. ഇത് ഫ്ലോറിൻ്റെ ഒരു ലുക്കാട്ടോ. ലീഫിൻ്റെയൊക്കെ ഒരു സിമിലർ ലുക്കാണ് വന്നേക്കുന്നത്. ലേസ് ഡീറ്റെയിലിംഗ് സെയിം ആ ഒരു നേരത്തെ കണ്ട സെയിം പാറ്റേണിലോ തന്നെയാണ്, പക്ഷെ കോട്ടണിൽ വീവ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്, ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഈ ഒരു ലുക്കിലാണ്. കാന്തയുടെ ഒരു വീവിങ് സ്റ്റൈൽ, ദെൻ ലേസ് ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്ന HD390 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. 5499 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.